അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ ഒരു 1-2 വർഷം മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ രീതിയിലൊക്കെ ട്രൈ ചെയ്തിട്ടുമുണ്ട്. മിനിയാന്ന് ഫ്രൂട്ട് വെച്ചിട്ട് കൊക്കോ ഫ്രൂട്ട് വെച്ചിട്ട് കൊക്കോ പൗഡർ ഉണ്ടാക്കിയപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം അറിയില്ലായിരുന്നു, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കൊക്കോ ഫ്രൂട്ട് വെച്ചിട്ട് ഡയറക്റ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ ആ ഒരു കൊക്കോ പൗഡർ വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണക്കിയെടുത്ത് തൊലി കളഞ്ഞ കൊക്കോ സീഡ്സ് വെച്ചിട്ട് നമുക്ക് ആദ്യം ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയൊരു പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും ഒരു 1/4 കപ്പ് കൊക്കോ സീഡ്സ് എടുത്തിട്ടാണ് ഞാനിവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/4 കപ്പ് കൊക്കോ സീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ നേരം ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്തത് കൊണ്ടാണ് നമുക്കങ്ങനെ കാണാൻ പറ്റാത്തത്. അപ്പോൾ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലും നല്ലൊരു തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു ബൗൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. കൊക്കോ ബട്ടർ ഉണ്ടെങ്കിൽ കൊക്കോ ബട്ടർ, അല്ലെങ്കിൽ നോർമൽ ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിലോട്ട് നോർമൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ കൊക്കോ ബട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ കൊക്കോ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊക്കോ ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഞാനൊക്കെ കുറേ അന്വേഷിച്ചിട്ടുണ്ട് മുമ്പൊക്കെ ഈ ഒരു കൊക്കോ ബട്ടറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു കൊക്കോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് നല്ല പൊടിച്ച പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണല്ലോ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ആ ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂട് കയറുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ആ ഒരു പാകത്തിന് മെൽട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടും. കുറേ നേരം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാം മിക്സായിട്ട് ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വെനില എസൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് എസൻസ് അല്ലെങ്കിൽ കൊക്കോ എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ബ്രാൻഡഡ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിത് മോൾഡിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ സിലിക്കോൺ മോൾഡിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിലിക്കോൺ മോൾഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ സിലിക്കോൺ മോൾഡ് ഇല്ലെങ്കിൽ വേറെ ഏത് മോൾഡിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് നല്ല ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഡിമോൾഡ് ചെയ്യാനായിട്ട് സിലിക്കോൺ മോൾഡാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല സെറ്റായി വരുമ്പോഴേക്കും ഒരു 15 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി. 15-20 മിനിറ്റ്. പിന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിലിക്കോൺ മോൾഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറൊരു രീതിയിൽ നമ്മൾ കൊക്കോ പൗഡർ ഉണ്ടാക്കിയിട്ട് ആ ഒരു കൊക്കോ പൗഡറിൽ ചെയ്തെടുത്ത ചോക്ലേറ്റാണ് എനിക്കിതിനേക്കാളും ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലും ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. വേറൊരു രീതിയിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ആ ഒരു കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് മധുരം കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്വീറ്റ്ലെസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു കൊക്കോ പൗഡർ. അപ്പോൾ അതുകൊണ്ട് മധുരം ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് കൊക്കോ പൗഡറൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ചാൽ മതി, ഇത്രയും ഒരു അളവിൽ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഒന്ന് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് മെൽറ്റ് ചെയ്തെടുത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൊക്കോ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊക്കോ ബട്ടർ ഇല്ലെങ്കിൽ നോർമൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒന്നും കൂടി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് നമുക്കിനി മോൾഡിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതും സിലിക്കോൺ മോൾഡാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇനൊരു മോൾഡിലും കൂടെ ഒഴിച്ചു കൊടുക്കാനുള്ള ഈ ഒരു മിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സെയിം ഇനൊരു മോൾഡിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് ഫ്രീസറിൽ ഒരു 15-20 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റായതിനു ശേഷം ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കൊക്കോ പൗഡറിൽ ബ്രൗണി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് മുമ്പ് കുറേ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇനി ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ആക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ രീതിയിൽ ചോക്ലേറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാഡ്ബറീസിൻ്റെ കൊക്കോ പൗഡർ വാങ്ങിയിട്ടും അതുപോലെ ചോക്ലേറ്റ് എസെൻസ് വാങ്ങിയിട്ടും കൊക്കോ എസെൻസ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് എങ്ങനെ ട്രൈ ചെയ്തിട്ടും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അത്രയും ടേസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല, അങ്ങനെ മെൽറ്റ് ആവുന്നൊന്നുമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും പുറത്ത് വെക്കാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു സെയിം ഇതാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പുള്ള പോലെ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ കുറേ രീതിയിൽ ട്രൈ ചെയ്തിട്ടും എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. കൊക്കോ എസെൻസ് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് ഷോപ്പിൽ നിന്ന് അവർ യൂസ് ചെയ്യുന്ന അവരൊക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഏത് എസെൻസാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.